നവകേരളത്തിന്റെ ശില്പി ശ്രീ നാരായണ ഗുരുദേവന്റെ ചിന്തയിലെ മാനവിക സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദർശനങ്ങളെ ലോകമെമ്പാടും വിളിച്ചറിയിക്കുന്ന മഹത് വ്യക്തിത്വം. ശ്രീ നാരായണീയ ദർശനങ്ങളും ശ്രീ നാരായണീയ സന്ദേശങ്ങളും ലോക ജനതയെ അറിയിച്ച് അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടും ദിശാബോധവും വളർത്തിയെടുത്ത ഗുരുവന്യൻ. കഴിഞ്ഞ 20 വർഷക്കാലമായി അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളുമാണ് ഈ ലോകത്ത് അലയടിക്കുന്നത്. ശ്രീ നാരായണ ഗുരുദേവന്റെ ശിഷ്യ പരമ്പരയിലെ പ്രഥമൻ, ശ്രീ നാരായണ ഗുരുദേവന്റെ പ്രതിപുരുഷൻ, ശിവഗിരി മഠാധിപതി പൂജനീയനായ സച്ചിദാനന്ദ സ്വാമികൾ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. വളരെ സ്നേഹത്തോടെ, ഏറെ ആദരവോടെ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്വാമിജി, പുരുഷാകൃതി പൂണ്ട ദൈവമോ, നര ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ്വര പവിത്ര പുത്രനോ, കരുണാവാൻ നബി മുത്ത് രത്നമോ. ഗുരുവിന്റെ ഏറ്റവും മഹത്വമേറിയ ഒരു ശ്ലോകമാണിത്. ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ നിറഞ്ഞ സദസ്സിന് മുന്നിൽ അങ്ങ് ഈ ശ്ലോകം ചൊല്ലുന്നത് കേട്ടു. ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും അത്യാവശ്യമായ ഒരു വിശദീകരണം വേണമെന്ന്. അതിന്റെ ഒരു വിശദീകരണം അങ്ങേക്കൊന്ന് തരാൻ പറ്റുമോ? എന്താണ് ഈ ശ്ലോകം കൊണ്ട് ഗുരു ഉദ്ദേശിച്ചത്? ഈ കാലഘട്ടത്തിൽ അത് എത്രത്തോളം വേണം എന്നുള്ളതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ലോക ഗുരുക്കന്മാരെ അനുകമ്പയുടെ മൂർത്തിയായി കണ്ടുകൊണ്ട് ഗുരുദേവൻ എഴുതിയ അനുകമ്പാ ദശകം എന്ന കൃതിയിലാണ് ഈ ശ്ലോകം വരുന്നത്. ലോകത്തിലെ മതാചാര്യന്മാരും അവതാര പുരുഷന്മാരും സിദ്ധപുരുഷന്മാരുമൊക്കെ അനുകമ്പാ മൂർത്തികളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സർവമത ദാർശനിക ചിന്താധാരകളെയും ഗുരുദേവൻ സമന്വയിപ്പിക്കുകയാണ് ഇവിടെ. ഈ പദ്യത്തിൽ 4 ലോക മതങ്ങളുടെ ആരാധ്യ പുരുഷന്മാരെ അനുകമ്പാമൂർത്തികളായി ഗുരുദേവൻ അവതരിപ്പിക്കുന്നു. പുരുഷാകൃതി പൂണ്ട ദൈവം, അത് ഹിന്ദുമതത്തിൻ്റെ പരമാചാര്യനായിരിക്കുന്ന ആദിനാരായണ ഋഷിയാണ്. നരദിവ്യാകൃതി പൂണ്ട ധർമ്മം ഭഗവാൻ ശ്രീബുദ്ധനാണ്. പരമേശ പവിത്രപുത്രൻ പറയാതെ അറിയാം യേശുക്രിസ്തുവാണ്. ക്രിസ്തുവിന് പവിത്രൻ എന്നുള്ള ഒരു വിശേഷണം കൂടി ഗുരു നൽകിയത് വളരെ അർത്ഥഗർഭമാണ്. കരുണാവാൻ നബി മുത്തുരത്നമോ. 1,24,000 പ്രവാചകന്മാർ, നബിമാരുണ്ടായിട്ടുണ്ട്. ആ നബിമാരിൽ കാരുണ്യവാനായ നബി മുത്തുരത്നമാണെന്ന് ഗുരുദേവനിവിടെ അവതരിപ്പിക്കുകയാണ്. സർവമത ദാർശനിക ചിന്താധാരകളെയും ഒരേ ഒരു സത്യത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ടുള്ള ഗുരുവിൻ്റെ ഈ വീക്ഷണം ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ ഘടകമാണ്. എൻ്റെ മതം, എൻ്റെ ഗുരു വലുത് എന്നതിനപ്പുറത്ത് എല്ലാ മതത്തെയും എല്ലാ ഗുരുക്കന്മാരെയും തുല്യ പ്രാധാന്യത്തോടു കൂടി കാണുവാൻ, അങ്ങനെ കാണണം എന്ന് ശ്രീനാരായണ ഗുരു ഈ ശ്ലോകത്തിലൂടെ ഉപദേശിക്കുകയാണ്. ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ, യേശുക്രിസ്തു, മുഹമ്മദ് നബി, ശങ്കരാചാര്യർ തുടങ്ങിയ ജഗദ്ഗുരുക്കന്മാരുടെ പരമ്പരയിൽ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വമഹാഗുരുവാണ് ഗുരുദേവൻ. ബുദ്ധൻ്റെയും ക്രിസ്തുവിൻ്റെയും നബിയുടെയും ഒക്കെ പേരിൽ പ്രത്യേകം ബുദ്ധമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും ഒക്കെ സ്ഥാപിച്ചപ്പോൾ ഗുരുദേവനൊരു മതസ്ഥാപകനാകാതെ ഒരു വിശ്വമാനവീയ തത്വദർശനം ലോകത്തിൽ അധിവസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരുപോലെ സ്വീകാര്യമാകുന്ന ഒരു വിശ്വദർശനം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ സന്ദേശം ഈ ശ്ലോകത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഗുരു എന്നും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾക്കാണ്.
ഗുരുവിൻ്റെ ചിന്തയിൽ കുടുംബ ബന്ധങ്ങളെന്ന് പറയുന്നത് ഒരു ഭൗതികമോ അല്ലെങ്കിൽ ഒരു രക്തബന്ധമോ മാത്രമല്ല, അതൊരു ആത്മീയതയുടെ പ്രതിഫലനം കൂടിയാണ്. കുടുംബ ബന്ധങ്ങളുടെ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അങ്ങേക്ക് നൽകാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്? ശ്രീനാരായണ ഗുരു എല്ലാ ജീവന്മാരെയും ഒരേ ഒരു ഈശ്വര സത്യത്തിൻ്റെ അംശങ്ങളായി ദർശിച്ചിട്ടുള്ള മഹാത്മാവാണ്. മനുഷ്യരെ മാത്രമല്ല, പശുപക്ഷി മൃഗാദികളെയും പ്രാണിവർഗങ്ങളെയും പറവർഗങ്ങളെയും എല്ലാം ആത്മഭാവത്തിൽ കണ്ടുകൊണ്ട് എല്ലാവരും ആത്മസഹോദരർ എന്നുള്ളൊരു മഹനീയ ദർശനം ഗുരു അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാവരും ആത്മസഹോദരരാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റേതെങ്കിലും വിശ്വാസങ്ങളുടെയോ പേരിൽ ആരെയും അകറ്റി നിർത്താതെ എല്ലാവരെയും ആത്മഭാവത്തിൽ കണ്ട് സ്നേഹിക്കാനും സഹായിക്കാനും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ജീവിക്കുവാനും ശ്രീനാരായണ ഗുരു നമ്മെ ഉപദേശിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇന്ന് മനുഷ്യരുടെ ജീവിതം ചെറിയ ചെറിയ തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ ഒരു ജനകീയത ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ആധുനിക ശാസ്ത്രം, ടെക്നോളജിയൊക്കെ വളർന്ന് വികാസം പ്രാപിച്ചപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ കാണുന്നില്ല, ആങ്ങളെയും പെങ്ങളും തമ്മിൽ കാണുന്നില്ല, കുടുംബ ബന്ധങ്ങൾ അറ്റുപോകുന്നു, ശിഥിലമായിരിക്കുന്നു. വീട്ടിൽ തന്നെ ഓരോരോ മുറികളിൽ ഓരോരുത്തർ താമസിച്ചുകൊണ്ട് അടുത്ത മുറിയിൽ താമസിക്കുന്ന ആളുകളെ നെറ്റിലൂടെ ബന്ധപ്പെടുന്ന രീതിയിലേക്ക് അധപ്പതനം സംഭവിച്ചിരിക്കുന്നു. ഇതിന് മാറ്റമുണ്ടായി കൂട്ടുകുടുംബ വ്യവസ്ഥയെ ശക്തമാക്കാനും വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാനും ഒന്നിച്ച് ആത്മസൗഹൃദം പങ്കിടാനുമുള്ള അവസ്ഥാവിശേഷങ്ങൾ എല്ലാ ഗ്രഹത്തിലും ഉണ്ടാകേണ്ടത് ഏറ്റവും അനിവാര്യമായ ഘടകമാണ്. സ്വാമിജി ഇപ്പം പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞു. പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാ മനുഷ്യ ജീവിതത്തിൻ്റെയും അടിസ്ഥാനമാണ്. പക്ഷേ ഈ വളർന്നു വരുന്ന ഇൻ്റർനെറ്റ് യുഗത്തിൽ നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങൾ കൂടുതലും അപഹരിക്കുന്നത് TV ചാനലുകളും അതുപോലെയുള്ള വാർത്താമാധ്യമങ്ങളുമൊക്കെയാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥനയുടെ ആവശ്യകത എന്താണ്? പ്രാർത്ഥനയും കുടുംബവും എങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കുന്നു? ഇതിനെപ്പറ്റി സ്വാമിയുടെ കാഴ്ചപ്പാട് എന്താണ്? അല്ലെങ്കിൽ എന്താണ് കുടുംബത്തിന് നൽകാൻ പറ്റിയ ഒരു ഉപദേശം പ്രാർത്ഥനയെ സംബന്ധിച്ച് എന്നൊന്ന് പറയാമോ? പ്രാർത്ഥനയിലൂടെ ഗുരുക്കന്മാർ നമ്മെ ഉപദേശിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒരേ ഒരു ഈശ്വര സത്യമാണ് എല്ലാവരിലും ഉള്ളത് എന്നും അതുകൊണ്ട് എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സൗഹൃദത്തോടുകൂടി പെരുമാറണം എന്നുമാണ്. ഗുരുദേവൻ അതിനുവേണ്ടി എഴുതിയ പ്രാർത്ഥനയാണ് ദൈവദശകം. പ്രാർത്ഥന ചൊല്ലാത്തവർക്ക് ഉപ്പില്ലാത്ത ആഹാരം കൊടുക്കണം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഉപ്പില്ലാതെ ആഹാരം കഴിക്കുന്നത് എത്ര വിരസമാണോ, അതൃപ്തി ഉണ്ടാക്കുന്നതാണോ, അരുചി ഉണ്ടാക്കുന്നതാണോ, അതുപോലെയാണ് പ്രാർത്ഥനയില്ലാത്ത ജീവിതം. ജീവിതത്തിന് രസാനുഭൂതിയും സന്തോഷവും സംതൃപ്തിയും കൈവരിക്കണമെങ്കിൽ പ്രാർത്ഥനാ നിർഭരമായ ജീവിതമുണ്ടാകണം. അങ്ങനെ ജീവിതശൈലി ബാല്യകാലം മുതൽക്ക് തന്നെ അനുവർത്തിച്ചു വന്നാൽ അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും തമ്മിലുള്ള ബന്ധം, ഹൃദയബന്ധം കൂടുതൽ ശക്തമാകും. അച്ഛനും അമ്മയ്ക്കുമൊക്കെ വിധേയരായി അവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അനുസരിക്കാനും അങ്ങനെ സന്തോഷഭരിതമായി കുടുംബജീവിതത്തെ നയിക്കാനും ഈ പ്രാർത്ഥനാ നിർഭരമായ ജീവിതം സഹായകമാകും. ഇന്നതൊക്കെ അന്യം നിന്ന് പോയതുകൊണ്ട് അച്ഛനെ മകൻ വകവരുത്തുന്നു, മകൻ
അച്ഛനെ വകവരുത്തുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ടി വിയിൽ കണ്ടൊരു വാർത്ത പത്രത്തിൽ വായിച്ചു. എനിക്ക് പറയാൻ സാധിക്കില്ല. മകൻ അമ്മയെ ഉപദ്രവിക്കുന്നു. ഈ രൂപത്തിലേക്ക് നമ്മുടെ നാട് പോയത് ഈ ടി വി ചാനലുകളുടെയും വാർത്താ മാധ്യമങ്ങളുടെയും അതിര് കടന്ന പ്രവർത്തനമാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ ഗവൺമെൻറ് കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് ഏറ്റവും ആവശ്യമാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥയും സന്തോഷത്തോടു കൂടിയുള്ള ജീവിതവും കൈവരുത്തുവാൻ ഈശ്വര ആരാധന എല്ലാ ഗ്രഹങ്ങളിലും ഹൃദയത്തിലും എത്തണമെന്ന ഗുരുദേവൻ്റെ ദിവ്യോപദേശം സ്വീകരിച്ച് ദിവസവും കുറേ സമയമെങ്കിലും കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥനയിൽ മുഴുകണം. അത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് അനിവാര്യമായ ഘടകമാണ്. സ്വാമി, നമുക്കറിയാം പ്രവാസ ലോകത്ത് ഒരുപാട് ഇപ്പം മലയാളികൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ പ്രേരണയും അതുപോലെ തന്നെ ആത്മഹത്യാ നിരക്കുകളും ഏറ്റവും കൂടുതൽ മലയാളികൾക്കിടയിലാണ്. അപ്പം ഇവിടെ ഒറ്റപ്പെട്ടൊരു ജീവിതമാണ്, ഒരു തപസ് പോലെയാണ് ഈ പ്രവാസികൾ ഇവിടെ ജീവിക്കുന്നത്, കുടുംബങ്ങളൊന്നും ഇല്ലാതെ. അങ്ങനെയുള്ളവരുമുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും കുടുംബങ്ങളില്ലാതെ ഒറ്റപ്പെട്ട് തനിച്ചൊരു ഏകാന്ത ജീവിതമാണ്. അപ്പം ഇവർക്ക് എങ്ങനെ നമ്മൾ അവരെ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തി, പലപ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോൾ ഇവർ ആദ്യം തീരുമാനിക്കുന്നത് ഈ ഒരു കാരണമാണ്, സ്വയം ജീവൻ എടുക്കുക എന്നുള്ളത്. സ്വാമിജിക്ക് എന്താണ് അങ്ങനെയുള്ളവരോട്, അല്ലെങ്കിൽ നമ്മളെ ഇത് കാണുന്ന നമ്മുടെ പ്രവാസി മലയാളികളോട് എന്ത് സന്ദേശമാണ് സ്വാമിജിക്ക് കൊടുക്കാനുള്ളതെന്നോടൊന്ന് പറയാം, അവരൊന്ന് മനസ്സിനത് ബലപ്പെടുത്തുവാനായിട്ട്? അതിൽ ഇസ്ലാം മതത്തിലും ക്രൈസ്തവ മതത്തിലും വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ ബാല്യകാലത്ത് തന്നെ പ്രാർത്ഥനാന്വിതമായ ആചാരനിഷ്ഠമായ ഒരു ജീവിതം നയിക്കുവാൻ പരിശീലനവും പ്രേരണയുമൊക്കെ നൽകുന്നുണ്ട്. ഹിന്ദുമത വിശ്വാസികളുടെയിലാണ് ഈ ആചാരാനുഷ്ഠാന പദ്ധതികളൊന്നും വേണ്ടവണ്ണമില്ലാത്തത്. കണക്കെടുത്ത് നോക്കുമ്പോൾ ഹിന്ദുമത വിശ്വാസികളുടെയിലാണ് ഈ ആത്മഹത്യകളും മറ്റുമൊക്കെ വർദ്ധിച്ചു വരുന്നത്. അത് ഈശ്വര ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും വലിയ കുറവ് അതിനൊരു കാരണം, അത് പ്രധാന കാരണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കാരണം കൂടിയാണ്. ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഒരു ജീവിതചര്യ ഉണ്ട് എങ്കിൽ ഏത് സങ്കീർണമായ പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തെ ശരണീകരിച്ച് ശാന്തി നേടാൻ സാധിക്കും. ആവി വൻ തോണി നിൻ പദം എന്ന് ഗുരുദേവൻ ദൈവദശകത്തിൽ എഴുതിയിരിക്കുന്നത് ആ അർത്ഥത്തിലാണ്. അപ്പം ദൈവത്തിൻ്റെ തൃപ്പാദത്തെ ശരണീകരിച്ചാൽ അതനുസരിച്ചൊരു ജീവിതം നയിക്കാനുള്ള ഒരു ശക്തി മനസ്സിന് ലഭിച്ചാൽ ഏത് സങ്കീർണമായ പ്രശ്നങ്ങൾ വന്നാലും ഈശ്വരനെ ആശ്രയിച്ച് പ്രശ്നങ്ങളെ അതിവർത്തിക്കാനും ആത്മഹത്യാ പ്രവണതയിൽ നിന്നും മോചിതരാകാനും സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരു 45 വർഷമായി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ശിവഗിരിയിലെത്തിയിട്ട് 50 വർഷമായി. അതിൽ ഞാൻ നടത്തുന്ന ദിവ്യപ്രബോധനം ധ്യാനം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു 33 വർഷമായി. അത് കേരളത്തിലും ഭാരതത്തിന് വെളിയിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുമായി നടത്തിയിട്ടുണ്ട്. ജനലക്ഷങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അവരിൽ ഗുരുദേവ ഭക്തി ശക്തമാക്കാനും അവരുടെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും ഒക്കെ സൃഷ്ടമാക്കാനും ജാതി മത ചിന്തകൾക്ക് അതീതമായി നമ്മളെല്ലാം ദൈവമക്കളാണ്, ആത്മസഹോദരരാണെന്ന ബോധത്തോടു കൂടി ജീവിക്കാനുമൊക്കെ ശക്തമായ പ്രേരണയും പരിശീലനവുമൊക്കെ ഈ ദിവ്യപ്രബോധന ധ്യാനത്തിലൂടെ സംജാതമായിട്ടുണ്ട്.
അതിപ്പോൾ 1992 ഞാൻ ആരംഭിച്ചത്. അതിനു മുമ്പ് ഞാൻ 79 തൊട്ട് പ്രഭാഷണങ്ങൾ ആരംഭിച്ചപ്പോൾ ഒരു 10,000-ലേറെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഒരു വർഷം മുഴുവൻ പ്രസംഗിച്ചാൽ 350 പ്രസംഗമേ ആകുള്ളൂ. 10 വർഷം ഒറ്റ ദിവസം മുടങ്ങാതെ പ്രസംഗിച്ചാൽ 3500 പ്രസംഗമാകും. 10,000-ലേറെ പ്രസംഗം ചെയ്യണമെങ്കിൽ എത്രയേറെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെ തന്നെ നിന്ന് പ്രവർത്തിച്ചാണ് ഇപ്പോഴും പോകുന്നത്. അപ്പോൾ എനിക്കത്ര ശാരീരികമായ വൈഷമ്യങ്ങൾ പലതും ഉണ്ടെങ്കിലും ഞാൻ അതിനെയെല്ലാം വിട്ട് സമൂഹത്തിന് അല്പമെങ്കിലും ഒരു പ്രയോജനം നമ്മുടെ ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും ഉണ്ടാകണം. ഇപ്പോൾ എനിക്ക് വാസ്തവത്തിൽ കുറേ അസ്വസ്ഥതകളുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന ആ ഒരു ചിന്തയിലാണ്. നമ്മുടെ സ്ത്രീ സമൂഹം, ഗുരുദേവൻ എപ്പോഴും സ്ത്രീകൾക്ക് ഒരു പ്രാഭിമുഖ്യം നൽകിയിട്ടുണ്ടായിരുന്നു, അവർ ഉന്നമനത്തിന് വേണ്ടിയുമൊക്കെ ആയിട്ട്. നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ഒരു നല്ലൊരു സ്വാമിജിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം? കാര്യം പലപ്പോഴും അവർക്കൊരു ലക്ഷ്യമില്ലാത്തൊരു രീതിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ആളുകളുണ്ടല്ലോ സ്വാമിജി. ഇപ്പം കുടുംബ ബന്ധങ്ങൾക്കാണെങ്കിലും ഒക്കെ മൂല്യം കൊടുക്കാത്ത ഒരുപാട് സ്ത്രീകൾ നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അടിത്തറയില്ലാത്തത് കൊണ്ടായിരിക്കാം അത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താണ് സ്വാമിജിക്ക് നൽകാൻ പറ്റുന്ന ഒരു പ്രബോധനം? എന്താണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്? ശ്രീനാരായണ ഗുരുദേവൻ സ്ത്രീ സമുദ്ധാരകൻ കൂടിയായിരുന്നു. കേരളത്തിൽ ആദ്യമായി ഒരു സ്ത്രീ സമാജമുണ്ടാക്കിയതും സ്ത്രീ സമ്മേളനം നടത്തിയതും ഗുരുദേവനാണ്. ശിവഗിരിയിലെ ഗുരുദേവൻ്റെ ആത്മീയ തലസ്ഥാനം, ആ ആത്മീയ തലസ്ഥാനത്തിൽ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് സ്ത്രീത്വത്തിൻ്റെ പ്രതിരൂപമായിട്ടുള്ള ശാരദാദേവിയെയാണ്. അപ്പോൾ ശാരദാദേവിയെ ഒരു അമ്മയായി കണ്ടുകൊണ്ട് ആ മാതൃ സ്നേഹത്തിനും ആദരവിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഗുരു വലിയൊരു മാതൃക കാട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾ വിദ്യാസമ്പന്നരായിരിക്കണമെന്നും അവർ ഗൃഹ അന്തരീക്ഷത്തിൽ ഒതുങ്ങിക്കഴിയേണ്ടവരല്ല എന്നും ആധുനിക വിദ്യാഭ്യാസം നേടി പുരുഷന്മാരെ പോലെ തന്നെ സമൂഹ മധ്യത്തിലിറങ്ങി സമൂഹത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പുരുഷന്മാരടക്കമുള്ള കുടുംബത്തിൻ്റെ ലക്ഷ്മികളായി, കുടുംബലക്ഷ്മികളായി പ്രവർത്തിക്കണമെന്നാണ് ഗുരുദേവൻ്റെ ഉദ്ബോധനം. ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ നടത്തിയിട്ട് ഗുരു അവിടെ അന്ന് സംഘടിപ്പിച്ചത് ഒരു സ്ത്രീ സമ്മേളനം. സാധാരണ അമ്പലത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞത് 100-110 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു സ്ത്രീ സമ്മേളനം ഗുരു സംഘടിപ്പിച്ചു. അതോടൊപ്പം കുട്ടികളുടെ ഒരു സമ്മേളനം, വിദ്യാർത്ഥി സമ്മേളനം. അതോടൊപ്പം തന്നെ ഗുരുദേവൻ സംഘടിപ്പിച്ച മറ്റൊരു കാര്യം സ്പോർട്സും ഗെയിംസുമാണ്. ഇപ്പം 112 വർഷമായി. ഇന്നൊരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയൊക്കെ നടന്ന വല്ല അഷ്ടദേവ്യ മഹാഗണപതി ഹോമോ സുദർശന ഹോമോ രക്ഷാർച്ചനയൊക്കെ ഇന്ന് നടക്കുന്നുള്ളൂ. അപ്പം ഗുരുദേവൻ എത്ര പരിഷ്കാരിയായിരുന്നു എന്ന് ചിന്തിക്കണം. അപ്പം ആ ഗുരുവിനെ സംബന്ധിച്ച് വളരെ ലക്ഷ്യോന്മുഖമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. സ്ത്രീകൾ നന്നാകണം, അവർ കുടുംബത്തെ ഭരിക്കണം, നാടിന് മാർഗദർശികളാകണം, കുട്ടികളെ ആ രൂപത്തിൽ പോറ്റി പുലർത്തി വളർത്തണം, അവർ ഗൃഹലക്ഷ്മികളായി മാറണം. ഇങ്ങനെയുള്ള വലിയ ഒരു ദർശനം ഗുരു നൽകിയിട്ടുണ്ട്. സ്വാമിജി അല്പം മുമ്പ് നമ്മൾ പറഞ്ഞു, അമ്മേനെ ഉപദ്രവിക്കുന്ന മക്കളുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ തലമുറ ഇൻ്റർനെറ്റ് യുഗത്തിൽ ഒരുപാട് വഴിതെറ്റിപ്പോകുന്നുണ്ട്. നല്ല സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം നമ്മുടെ ഭാവി തലമുറ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുമക്കളാണ്. അപ്പം അവരോട് സ്വാമിജിക്ക് എന്താണ് അവർക്ക് നൽകുന്നൊരു പ്രബോധനം? എന്താണ് നമ്മുടെ യുവത്വത്തിന്, നമ്മുടെ മക്കൾക്ക് നൽകുന്നൊരു പ്രബോധനം എന്താണ്? മക്കളുടെ സ്വരൂപം, സ്വഭാവം രൂപപ്പെടുന്നത് മാതാപിതാക്കളുടെ മാർഗനിർദ്ദേശം അനുസരിച്ച്.
ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു. കുട്ടികളെ മാതാപിതാക്കൾ എങ്ങനെ ശ്രദ്ധിച്ചു വളർത്തുന്നുവോ അതനുസരിച്ച് അവരുടെ സ്വഭാവം രൂപപ്പെടും. ഇന്ന് ഒരു കമ്പ്യൂട്ടർ യുഗമാണ്. ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ കുട്ടികളുടെ കാര്യം നോക്കാൻ വേണ്ടി മാതാപിതാക്കൾക്ക് സമയമില്ല. അവരെ ഉദ്യോഗം വഹിക്കുന്നവരാണ്. കുഞ്ഞുങ്ങളെ കാണുന്നില്ല, അവർ ഉദ്യോഗം തേടി പോകുന്നു. കുട്ടികൾക്ക് ശരിയായ പാഠം ലഭിക്കുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ പണം സമ്പാദിക്കുക എന്നതിനപ്പുറത്ത് കുടുംബ ജീവിതത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി മക്കളെ വേണ്ടവണ്ണം പോറ്റി പുലർത്തി വളർത്തുന്ന കാര്യത്തിൽ ശ്രദ്ധാലുക്കളാകണം. അങ്ങനെ സന്ദേശം നൽകി കുട്ടികളെ വളർത്തിയെടുത്താൽ അവർ മദ്യത്തിനും മയക്കുമരുന്നിനൊന്നും കൂടുതൽ അടിമപ്പെട്ടു പോകും എന്ന് ഞാൻ കരുതുന്നില്ല. സാഹചര്യങ്ങൾ വളരെ വലുതാണ്. ഇന്നതെല്ലാം സുലഭമായി കിട്ടും. സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ അടുത്ത് കാണുന്ന പെട്ടിക്കടകളിലൊക്കെ മദ്യവും മയക്കുമരുന്നുമൊക്കെ വ്യാപകമായി ലഭിക്കും. ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ വിധേയമായി പോകുന്നുണ്ട്. അത് അവസാനിപ്പിക്കണമെങ്കിൽ ബോധവൽക്കരണം ഏറ്റവും ആവശ്യമാണ്. കുട്ടികളെ ചേർത്തിരുത്തി അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കണ്ട് സ്നേഹം വേണ്ടവണ്ണം പകർന്നു കൊടുത്ത് അവരോട് കൂടുതൽ ഒരു ശ്രദ്ധ, അവരോട് വൈകാരികമായിട്ടുള്ള ആത്മബന്ധം മാതാപിതാക്കൾ ശക്തമാക്കേണ്ടത് ആവശ്യമാണ്. അതില്ലാതെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾ അറിയാതെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ കൂടുതൽ വിധേയരായി തീർന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹം ഉള്ളിൽ വെക്കാനുള്ളതല്ല, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതും കൂടിയാണ്. കുട്ടികളെ ആ രൂപത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിച്ച് സ്നേഹിച്ച് വളർത്തിയെടുത്താൽ ഒരു കൂടുതൽ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കൊന്നും വിധേയരാവുകയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുറേ നല്ല വാക്കുകളാണ് സ്വാമിജി നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം പകർന്നു തന്നിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ഉന്നമനം, കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാം തന്നെ ഇത്രയും തിരക്കിനിടയിലും നമ്മളുടെ കൂടെ ഇരുന്ന് കുറച്ച് സമയം നമ്മളുമായിട്ട് പങ്കുവെച്ച് നമുക്ക് വേണ്ടുന്ന അറിവുകളും ആശയങ്ങളും എല്ലാം പകർന്നു തന്ന സ്വാമിജിയോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. സ്വാമിജിക്ക് എല്ലാ അനുഗ്രഹങ്ങളും, ഗുരുദേവൻ്റെ അനുഗ്രഹങ്ങളും ആയുസ്സും ആരോഗ്യവും ഇനിയും അനേകം ആളുകളെ ഗുരുദേവ പ്രബോധനങ്ങളിലൂടെ നേർവഴിക്ക് നടത്തുവാനായിട്ട് സ്വാമിജിക്ക് കഴിയട്ടെ. ഗുരുദേവൻ അതിനുള്ള എല്ലാ ആരോഗ്യവും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.